ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. നാം ഇന്നലെ ചിന്തിച്ചത് അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തരമായിരുന്നു. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് താൻ ദൈവത്താൽ സന്ദർശിക്കപ്പെട്ടു എന്ന് നാം കണ്ടു. അവിടെ വെച്ച് താൻ ഉന്നയിച്ച ആദ്യത്തെ ചോദ്യം, നീ ആരാകുന്നു? കർത്താവേ, നീ ആരാകുന്നു? അടുത്തത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? യേശു ആരാകുന്നു? ക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യം ആവർത്തിച്ച് പൗലോസ് ചോദിച്ചുകൊണ്ടേയിരുന്നു. അതാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലും നാം ഈ ദിവസത്തിൽ പഠന വിഷയമായി എടുത്തിരിക്കുന്ന വാക്യം 9-ാമത്തെ വാക്യമാണ്, 3:9. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, അവനിൽ ഇരിക്കേണ്ടതിനും, അവനെ അറിയേണ്ടതിനും, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയുവാനും, കൂടാതെ കഷ്ടങ്ങളുടെ കൂട്ടായ്മയെ ഒരിക്കൽ കൂടെ വീണ്ടും ആഴത്തിൽ അറിയുവാൻ, ഇങ്ങനെ കർത്താവിനെ വീണ്ടും ലഭിക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു ജിജ്ഞാസ, ആവശ്യകത, അഭിലാഷം തനിക്കുണ്ടായിരുന്നു. ക്രിസ്തുവുമായുള്ള ബന്ധത്തിലും കൂട്ടായ്മയിലും ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ നിസ്തുലമായ യോഗ്യതകൾ മനസ്സിലാക്കി അംഗീകരിക്കുന്നതാണ് നാം നേടുക എന്ന് പറയുന്നതിൽ അർത്ഥമാക്കുന്നത്. ഒരു സമയം താൻ ഇതിലും പ്രാധാന്യമേറിയ ന്യായപ്രമാണത്തെ ഏറ്റവും ഉന്നതമായി കരുതിയിരുന്നു. ഇപ്പോൾ അത് തള്ളി ക്രിസ്തുവിനെ നേടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ നേടി എന്ന് പറയുവാൻ കഴിയണമെങ്കിൽ കർത്താവുമായിട്ടുള്ള നമ്മുടെ സമ്പൂർണമായ കൂട്ടായ്മ, ആ ബന്ധം, ഇഴയെടുപ്പം, ക്രിസ്തുവിനെ സർവസ്വമായി നാം അംഗീകരിച്ച് അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഏറ്റവും വിലയുള്ള മറ്റു പലതും തള്ളിക്കളഞ്ഞ് ക്രിസ്തുവിൻ്റെ ലാക്ക്, ക്രിസ്തുവിൻ്റെ ലക്ഷ്യം എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് നാം എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. എന്തായിരുന്നു അപ്പോസ്തലനായ പൗലോസിനെ മറ്റുള്ളവരിൽ നിന്ന് നേരത്തെ വ്യത്യസ്തനാക്കിയത്? അത് തനിക്ക് ഉണ്ടായിരുന്ന പ്രശംസകളാണ്. നാം അതിനെ മതമണ്ഡലത്തിലെ പ്രശംസയെന്നും, ജ്ഞാനമണ്ഡലത്തിലെ പ്രശംസയെന്നും, താത്വികമായ മേഖലയിലെ പ്രശംസയെന്നും, രാഷ്ട്രീയ മണ്ഡലത്തിലെ പ്രശംസയെന്നും ഒക്കെ നാം അതിനെ അനുമാനിക്കുന്നു. നമ്മിൽ പലരും മതപശ്ചാത്തലത്തെക്കുറിച്ച് വളരെയധികം പ്രശംസിക്കുന്നവരാണ്. അത്തരം പ്രശംസയൊന്നും ദൈവമുമ്പാകെ വിലയില്ലാത്തതാണെങ്കിൽ പോലും പലപ്പോഴും നാമും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ തനിക്ക് മതപരമായി പ്രശംസിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും താൻ എടുത്തു പറയുന്നു. 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനന്യൻ. ഇങ്ങനെ മതം മണ്ഡലത്തിൽ ഒരു സാധാരണ ഇസ്രായേലിന് ഏതെല്ലാം വിഷയങ്ങളിൽ പ്രശംസിക്കാനുണ്ടായിരുന്നു അതിലെല്ലാം ഉപരി പ്രശംസിക്കുവാനുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അപ്പോസ്തലനായ പൗലോസിൻ്റേത്. എന്തായിരുന്നു ജ്ഞാനമണ്ഡലത്തിലെ പ്രശംസ? വിദ്യാഭ്യാസം എക്കാലത്ത് ഒരുവന് പ്രശംസിക്കുവാൻ മതിയായ ഒരു മേഖലയാണ്. അങ്ങനെയാണെങ്കിൽ വിദ്യ കൊണ്ട് തനിക്ക് ഏറ്റവും ഔന്നത്യം താൻ നേടിയിരുന്നു എന്ന് പറയാൻ അല്ലെങ്കിൽ അവകാശപ്പെടുവാൻ ധാരാളം സംഗതികളുണ്ടായിരുന്നു. യഹൂദന്മാരുടെ മതപഠനത്തിന് ശ്രദ്ധേയമായ ഹില്ലേൽ എന്ന സർവകലാശാലയിൽ ചാൻസലറായി സേവനം ചെയ്ത ഗമാലിയേലിന്റെ കീഴിൽ അത്യന്ത സൂക്ഷ്മതയോടെ താൻ ന്യായപ്രമാണം അഭ്യസിച്ചു. അതുകൊണ്ട് താൻ നേടിയെടുത്ത വിദ്യാഭ്യാസം കൊണ്ട് തനിക്കുണ്ടായിരുന്ന പ്രാവീണ്യം, അതെല്ലാം എപ്പോഴും എടുത്തു പറയാൻ കഴിയുന്ന വളരെ പ്രശംസനീയമായ വിഷയങ്ങളാണ്. വീണ്ടും പൗലോസിനെ വ്യത്യസ്തനാക്കുന്നത് താത്വികമായ മണ്ഡലത്തിലെ തന്റെ പ്രശംസയാണ്. പൗലോസിന്റെ സ്വന്തം നഗരമായ തർസോസ് അക്കാലത്തെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രവും, അലക്സാണ്ട്രിയ, അഥേന എന്നീ നഗരങ്ങളെ പോലെ തത്വചിന്തകന്മാരുടെ സംഗമ സ്ഥലവും, കൂടാതെ സ്റ്റോയിക് ആചാര്യന്മാരുടെ വിഹാരവേദിയും, യവനേ രീതിയിലുള്ള സർവകലാശാലകളുടെ ഒരു പ്രവർത്തന രംഗമായിരുന്നു ഈ മേഖല. നിശ്ചയമായും പൗലോസ് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു എന്ന് നമുക്ക് ന്യായമായി അനുമാനിക്കാൻ കഴിയും. ഇവിടെ വെച്ചാകാം താൻ യവന ഭാഷയിൽ പ്രാവീണ്യം നേടിയത്. പ്രവർത്തകരുടെ പുസ്തകം 17-ാം അധ്യായം 22-ാം വാക്യത്തിൽ അഥേനയിലെ അരയോപക കുന്നിൽ തടിച്ചുകൂടിയ താർക്കികന്മാരോട് പൗലോസ് സംവാദിക്കുമ്പോൾ നാം അവന്റെ സന്താനമല്ലോ എന്ന് പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്നത് സ്റ്റോയിക് ചിന്തകനായ ക്ലേത്തസിന്റെ ഒരാശയമാണ്. തുടർമാനമായ പൗലോസിന്റെ പല എഴുത്തുകളിലും തീത്തോസ് ലേഖനം ഉൾപ്പെടെ ഇപ്രകാരമുള്ള യവനായ ചിന്തകൾ തന്നിൽ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 1:20 ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ എന്ന് പൗലോസ് വെല്ലുവിളിക്കുന്നത്. എപ്പിക്കൂര്യരും സ്റ്റോയിക്കരുമായ തത്വജ്ഞാനികൾ പൗലോസിനോട് സംവാദിച്ച് തർക്കിച്ചിട്ടുണ്ട്. മഹാപുരോഹിതന്മാരും ഇസ്രായേൽ മൂപ്പന്മാരും സ്വന്തം കേസ് വാദിക്കുവാൻ ഒരു വ്യവഹാരത്തിന് ഏർപ്പെടുത്തിയപ്പോൾ ഈ അഭിഭാഷകനോട് വാദിക്കാൻ തനിക്ക് അശേഷം അഭിഭാഷക സഹായം ആവശ്യമില്ല എന്ന് താൻ പ്രഖ്യാപിച്ചു. അരയോപക്കുന്നിന്മേൽ താൻ ചെയ്ത പ്രസംഗത്തിൽ തികച്ചും ബൗദ്ധികമായ ജ്ഞാനത്തോടെ അല്ലെങ്കിൽ താത്വികമായ പാഠവത്തോടെ ക്രിസ്തു തന്നെ രക്ഷിതാവ് എന്ന് സ്ഥാപിക്കുന്നതിൽ തനിക്ക് കഴിഞ്ഞു.
ഇതായിരുന്നു പ്രിയമുള്ളവരെ പൗലോസിനെ വ്യത്യസ്തനാക്കിയ താത്വികമായ ജ്ഞാനത്തിന്റെ ഒരു മണ്ഡലം. രാഷ്ട്രീയ മണ്ഡലത്തിലെ പ്രശംസ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിലുള്ള എല്ലാവർക്കും ആ കാലത്ത് റോമൻ പൗരത്വമില്ലായിരുന്നു. എന്നാൽ പൗലോസ് ജന്മന റോമാക്കാരനായിരുന്നു. റോമൻ പൗരൻ കുറ്റം ചെയ്താൽ പരസ്യമായി വിചാരണ ചെയ്യുമെങ്കിലും പരസ്യ സ്ഥലങ്ങളിൽ വെച്ച് അടിക്കുന്നത് നിഷേധിച്ചിരുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ നാനാമണ്ഡലങ്ങളിലും പ്രശംസിക്കുവാൻ അർഹത ഉണ്ടായിരുന്ന പൗലോസ് പ്രയാണം ചെയ്യുമ്പോൾ ദമസ്കോസിന്റെ വഴിത്തലക്കൽ വെച്ച്, അതും ഒരു പട്ടാപ്പകൽ 12 മണിക്ക്, ആകാശത്ത് ഉദിച്ചുയർന്ന സൂര്യന്റെ പ്രകാശധാരയെ വെല്ലുന്ന ഒരു പ്രകാശരശ്മി പൗലോസിന് മേൽ ആഞ്ഞടിക്കുകയുണ്ടായി. ആ ദിവ്യപ്രകാശത്തിൽ സ്വയപ്രകാശം നഷ്ടപ്പെട്ട പൗലോസ് അല്പസമയത്തേക്ക് അന്ധനായി തീർന്നു. പ്രിയമുള്ളവരെ, യഹൂദ ഗോത്രത്തിലെ സിംഹവുമായി ബെന്യാമിൻ ഗോത്രത്തിലെ ചെന്നായുടെ കുട്ടി ഏറ്റുമുട്ടിയെങ്കിൽ സിംഹത്തിന്റെ ശക്തിയുടെ മുമ്പിൽ ചെന്നായ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കീഴടങ്ങി കൊടുത്തു. താൻ അന്ധനായി തീർന്നു. തന്റെ അന്ധത മാറ്റുവാൻ പൗലോസിനെ കുറിച്ച് അനന്യാസിന്റെ ദർശനം കൊടുത്തു. അനന്യാസിന്റെ കൈവെപ്പിൽ അന്ധതയും മാറി. ലോകരാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചെതുമ്പൽ അതും ഇളകിപ്പോയി. തലയിൽ കൈവച്ചപ്പോൾ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോയി. അതുകൊണ്ട് തന്റെ വിളി എന്താണ് താൻ തിരിച്ചറിയുക മാത്രമല്ല, ആത്മലോകം കണ്ടു. നാളുകളിൽ വെളിപ്പെടാനുള്ള ദൈവരാജ്യം കണ്ടു. പ്രിയമുള്ളവരെ, അവിടെ വെച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഒരു ക്രിസ്തു ശിഷ്യനായി രൂപാന്തരപ്പെടുന്നത്. ആ നിമിഷം മുതലാണ് താൻ പറയുന്നത്, ഇനി ഞാൻ പ്രശംസിക്കുന്നെങ്കിൽ കർത്താവിൽ, ക്രിസ്തുവിൽ, ക്രൂശിൽ മാത്രമേ തനിക്ക് പ്രശംസിപ്പാനുള്ളൂ. കാരണം എൻ്റെ ജ്ഞാനത്തിലോ കഴിവിലോ പാരമ്പര്യത്തിലോ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിലോ ന്യായപ്രമാണത്തിലോ പൗരത്വത്തിലോ ഒന്നും എനിക്കിനി പ്രശംസിപ്പാനില്ല. എൻ്റെ പ്രശംസ ക്രിസ്തു മാത്രമാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രിയമുള്ളവരെ, ക്രൂശിൽ പ്രശംസിക്കുന്ന പൗലോസ്, കർത്താവിൽ പ്രശംസിക്കുന്ന പൗലോസ്, ദൈവകൃപയിൽ മാത്രം പ്രശംസിക്കുന്ന പൗലോസ്, ദൈവ തേജസ്സിൽ മാത്രം പ്രശംസിക്കുന്ന പൗലോസ് തൻ്റെ ബാക്കിയുള്ള എല്ലാവിധമായ പ്രശംസകളും ക്രൂശിക്കപ്പെട്ടവന്റെ മുമ്പിൽ അതെല്ലാം വിലയില്ലാത്തതായി മാറി. കർത്താവിനെ നേടണം എന്നുള്ള ഒറ്റ ചിന്തയിൽ താൻ നേടിയതും തൻ്റെ സമ്പാദ്യങ്ങളും തൻ്റെ ലാഭവും തനിക്കുണ്ടെന്ന് പറയുന്ന എല്ലാവിധമായ വിലയുള്ള തനിക്കുണ്ടെന്ന് പറയുന്ന എല്ലാ വസ്തുതകളും വലിച്ചെറിയുവാൻ, വേണ്ടാന്ന് വെക്കുവാൻ, ഉപേക്ഷിക്കുവാൻ, തിരസ്കരിക്കുവാൻ, വിട്ടുകളയുവാൻ താൻ തയ്യാറായി. ഏറ്റവും അവസാനം അപ്പോസ്തലന്റെ വേസ്റ്റ് ബോക്സിന്റെ കനം കൂടി. തൻ്റെ ലാഭങ്ങളും നന്മകളും സ്വായത്തമാക്കിയതും ജന്മനാൽ ലഭിച്ചതും പൈതൃകമായി തനിക്ക് ലഭിച്ചതും എല്ലാം ക്രിസ്തു എന്ന ഒറ്റ വെളിപ്പാടിൽ എല്ലാം ഉപേക്ഷിച്ചു, എല്ലാം വിട്ടുകളഞ്ഞു. ഒന്നിനെ നേടുവാൻ തൻ്റെ ഓവർലോഡ്, തൻ്റെ ബിലോങ്ങിങ്സ്, തനിക്കുണ്ടായിരുന്നു പറയുന്ന എല്ലാവിധമായ സ്ഥാനമാകട്ടെ പദവിയാകട്ടെ ആലങ്കാരികമായി താൻ കൊണ്ടു നടക്കുന്ന എല്ലാം ക്രിസ്തു എന്ന ഒറ്റ വെളിപ്പാടിൽ വിട്ടുകളയുവാൻ, വേണ്ടാതെ വെക്കുവാൻ, ഉപേക്ഷിക്കുവാൻ, തിരസ്കരിക്കുവാൻ താൻ തയ്യാറായി. അവിടെയാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ നേടുവാൻ തനിക്ക് കഴിഞ്ഞത്. അല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിനെല്ലാം എനിക്ക് വേണം, ഇവിടുത്തെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എൻ്റെ കണ്ണിന് ഇമ്പമായതും എൻ്റെ ഹൃദയത്തിന് ഇഷ്ടമായതും, ഇവിടെ ഒന്നിനോടും എനിക്ക് വിരക്തിയില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്ത് ഉള്ളതെല്ലാം എനിക്ക് ആവശ്യമാണ്. ഈ ലോകം വിട്ടു കഴിയുമ്പോൾ വരുവാനുള്ള ലോകത്തിലെയും എല്ലാം വേണം. രണ്ട് ലോകത്തിലും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾ ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം ഒന്നുകൂടെ റീഡ് ചെയ്യണം. ക്രിസ്തു എന്ന ദൈവ പരിജ്ഞാനത്തിന് മുമ്പിൽ തൻ്റെ എല്ലാം താൻ വിട്ടുകളയുക. ഇതാണ് അപ്പോസ്തല മാതൃക. ഇതുകൊണ്ടാണ് തനിക്ക് ക്രൂശിലും ക്രിസ്തുവിലും ദൈവവചനത്തിലും കൃപയിലും തേജസ്സിലും മാത്രമേ പ്രശംസിക്കാനുള്ളൂ എന്ന് താൻ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ പ്രശംസ എവിടെ? നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്? നാം പ്രാധാന്യം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? നാം ഈ ലോകത്ത് ഉന്നതമായി കണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? പ്രിയമുള്ളവരെ, ലോകത്തിന് മുമ്പിൽ ഉന്നതമായിരിക്കുന്നതൊക്കെ ദൈവത്തിന് മുമ്പാകെ ഏറ്റവും നികൃഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് പുനഃപരിശോധന, സ്വയം പരിശോധന ചെയ്യുവാൻ ഈ വചനങ്ങൾ ഇടയാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.